എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സച്ചിയാണെങ്കിൽ ഈ സുധിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും താലിമാലയൊക്കെ എടുത്ത് കയ്യിലിങ്ങ് പിടിച്ചിരിക്കുക. അതെ, എൻ്റെ ഭാര്യയോട് മോശമായിട്ട് സംസാരിച്ചത് ഇവിടെയുള്ള എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് അമ്മ മാപ്പ് പറയുമെങ്കിൽ മാത്രമേ നിന്റെ പെണ്ണിൻ്റെ കഴുത്തിൽ നിനക്ക് താലി കെട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സച്ചിയാണല്ലോ വാക്ക് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശ്രുതിയാണെങ്കിലും ഞെട്ടിയിരിക്കുകയാണ്. നമ്മുടെ ശ്രുതിയാണെങ്കിലോ ഈശ്വര, ആ നവീനെങ്ങാനും ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഇവൻ ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല എന്നും പറഞ്ഞ് ഇവളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും സച്ചിയുടെ ഈ ഒരു പെരുമാറ്റമൊക്കെ കണ്ടു ചന്ദ്രമതിക്ക് കല്ലി ഇളകുകയാണ്. എടാ, ഞാൻ ഇല്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി ആണെങ്കിൽ പുക്കാറുണ്ടാക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു മാപ്പ് പറയുമെങ്കിൽ മാത്രമേ ഈ താലി തിരികെ തരുവുള്ളൂ. സുധി, നിന്റെ അഹങ്കാരത്തിന് ഇന്ന് അവസാനം ആടാന്നും പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങനെ തന്നെ നിൽക്കുമ്പം അവിടെ രേവതി അങ്ങ് ഇടപെടുകയാണ്. രേവതി പറഞ്ഞു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ദേ, കല്യാണം എന്ന് പറഞ്ഞാൽ പുള്ള കളിക്കുന്ന കാര്യമൊന്നും അല്ല. രണ്ടുപേരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളായിട്ട് ഈ ചടങ്ങ് അലങ്കോലമാക്കരുതെന്നും പറഞ്ഞ് രേവതി ആ ഒരു താലി സച്ചിയെ കൊണ്ട് അവിടെ വെപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രമതിക്ക് ഒരു തെല്ല ആശ്വാസമൊക്കെ ആയി. ചന്ദ്രയാണെങ്കിൽ സമാധാനമായി, ഇവളെ കൊണ്ട് മാത്രമേ ഇവനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിലോ, അതെ, ഇവള് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ ക്ഷമിക്കാം. പിന്നെ എൻ്റെ അച്ഛൻ്റെയും അച്ഛമ്മയുടെയും ഒക്കെ മുഖം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് മാത്രം. പിന്നെ നിങ്ങൾ ഒരുപാടങ്ങ് തിളച്ച് പൊങ്ങണ്ട. ഈ ഇരിക്കുന്നവനും ഇവൻ്റെ കെട്ടിയോളായിട്ട് വരാൻ പോകുന്നവളും പക്കാ ഫ്രോഡുകളാണ്. നിങ്ങൾക്ക് എന്തായാലും കുറച്ച് കാലം കഴിയുമ്പോൾ അതൊക്കെ മനസ്സിലാകുമെന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് അങ്ങ് പോവാൻ തുടങ്ങുമ്പോൾ തിരുമേനു പറഞ്ഞു, മോനെ സച്ചി, ദേ ഈ രേവതി ഉണ്ടല്ലോ, രേവതി ഇതുപോലെയുള്ള ഒരു ഐശ്വര്യമുള്ള കൊച്ച് അത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വരുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതല്ല. ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. എൻ്റെ ആ ഒരു നല്ല പ്രായത്തിലാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങൾക്കൊക്കെ വന്നത്. ആ സമയം തൊട്ട് രേവതി മോൾ ഈ ക്ഷേത്രത്തിലുള്ളതാ. ദേവിയുടെ ചൈതന്യമുള്ള കുട്ടിയാണ് എന്നൊക്കെ പറയുമ്പം നമ്മുടെ സച്ചി ആണെങ്കിലും ചന്ദ്രയെ കേക്ക് എന്നുള്ള രീതിയിൽ ചന്ദ്രമതിയെ കണ്ട് ഇങ്ങനെ തലയൊക്കെ കുലുക്കി നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് വളരെ ആർഭാടമായിട്ട് തന്നെ ആ ഒരു മുഹൂർത്ത സമയത്ത് തന്നെ നമ്മുടെ സുധിയുടെയും ശ്രുതിയുടെയും വിവാഹം അങ്ങ് നടക്കുകയാണ്. അപ്പോൾ അതാ വധുവായിരിക്കുന്ന ശ്രുതിക്കാണെങ്കിൽ മനസ്സ് നിറയും ടെൻഷനാണ്. എന്നാൽ കൂടിയും ആ ഒരു സമയം അങ്ങ് കടന്നു പോവാട്ടോ. ശരിക്കും പറഞ്ഞാൽ ശ്രുതിക്ക് അവളുടെ ആ ഒരു ആഗ്രഹ സാഫല്യമാണ് നടക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ വന്ന് പറഞ്ഞു, എടി നീ ഇനി ഒന്നും പേടിക്കാനില്ല, താലി കെട്ട് കഴിഞ്ഞല്ലോ, നീ എന്തായാലും വിഷമിക്കുമെന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നവീനെയാണ്. നവീനാണെങ്കിൽ ബോധമൊന്നും ഇല്ലാതെ ആശുപത്രിയിൽ, അതും ICU റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആശാനെ കണ്ടിട്ട് അവിടുത്തെ ഡോക്ടർ പറയുന്നുണ്ട്, അതെ സാറേ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല, ഇവൻ എന്തൊക്കെയോ ചെറിയ പൊല്ലാപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വണ്ടിക്ക് അടിയിൽ പോയി പെട്ടത്. എന്തായാലും ഇതിനെതിരെയൊക്കെ സാറ് നല്ല രീതിയിൽ അന്വേഷിക്കണമെന്നും പറഞ്ഞ് അവിടെ തെളിവെടുക്കാൻ വന്ന പോലീസുകാരൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതെ എന്തായാലും ഇവന് ഏതോ ഒരുത്തനുമായിട്ട് വഴക്കുണ്ടാക്കിയെന്നാണല്ലോ CCTV ഫുട്ടേജിൽ നിന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെ അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും പിന്നെ ഇവന്റെ ഫോണ് വ്യക്തമായിട്ട് പരിശോധിച്ചിട്ട് അതിലുള്ള ഡീറ്റെയിൽസും ഒക്കെ തപ്പിപ്പിടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു പോലീസുകാരൻ, അതായിക്കോട്ടെ, ഞാൻ വേണ്ടുന്ന രീതിയിലൊക്കെ ചെയ്തോളാം, പിന്നെ ഇയാൾ രക്ഷപ്പെടുമല്ലോ അല്ലേ എന്ന് പറയുമ്പം അയാൾക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല, ഇപ്പൊ തൽക്കാലത്തേക്ക് ICU റൂമിൽ ഇട്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ കൊണ്ട് തന്നെ ഇയാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോലീസുകാർ നമ്മുടെ സച്ചിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ ശ്രുതിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ അവിടെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളെ കാണിക്കുന്നത് വിവാഹമൊക്കെ കഴിഞ്ഞു, എല്ലാവരുടെയും അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മുടെ ശ്രുതിയും കൂടെ നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് കയറാൻ പോകുന്ന ആ ഒരു അസുലഭ നിമിഷമാണ്. അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ ആരതിയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കിന് ചന്ദ്രമതി പറഞ്ഞു, ദേ രേവതി, നിന്നോട് ഞാൻ പറഞ്ഞു ഇതുമാതിരിയുള്ള കാര്യങ്ങളൊന്നും നീ ചെയ്യണ്ടാന്ന്, ഇതൊക്കെ ചെയ്യാൻ എനിക്കറിയാമെന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ആ ആരതി തട്ടൊക്കെ വാങ്ങിച്ച് ഇവരെ അങ്ങ് ഒഴിയാൻ തുടങ്ങുമ്പോഴത്തേക്കിനും രവിയും അതുപോലെ അച്ചമ്മയും കൂടെ ബഹളം വെക്കാൻ തുടങ്ങി.
അതെ, ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് രേവതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ഈ കാര്യങ്ങൾ മുന്നിട്ട് നിന്ന് ചെയ്യണമെന്നും പറഞ്ഞ് നമ്മുടെ രേവതിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രേവതിയെ കൊണ്ട് ആ ഒരു ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് നടത്തുകയാണ്. അപ്പൊ ശ്രുതിയും സുധിയും ഒക്കെ കൂടി വലതുകാൽ എടുത്തു വെച്ച് ആ വീട്ടിലേക്ക് കയറി. ചന്ദ്രമതി ആണെങ്കിൽ ഐശ്വര്യത്തിന്റെ നിറകുടമായിട്ടുള്ള തന്റെ മരുമകളെ സ്നേഹപൂർവ്വം സ്വീകരിച്ചിരുത്തുകയാണ്. ഈ സമയമാണെങ്കിലോ പോലീസുകാര് സച്ചിയെയും ശ്രുതിയെയും ഒക്കെ അന്വേഷിച്ച് ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ മധുരം വിളമ്പലും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. അപ്പൊ അതാ പോലീസ് വരുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.